വെള്ളിയാഴ്ച യുദ്ധകാഹളം മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച എത്തുമ്പോഴേക്കും സമാധാനത്തിന്റെ ഭാഷ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. മറുപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കും എന്ന് വീരവാദം മുഴക്കിയ ലോകശക്തിയെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാൻ ഇറാൻ എന്ന കരുത്തിന് സാധിച്ചു എന്നത് ആഗോള രാഷ്ട്രീയത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾ പരാജയപ്പെടുകയാണ്. ഫ്ലോറിഡയിലെ കടൽ തീരങ്ങളിൽ ഇരുന്ന് ഇറാനെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപിനെ 3 ദിവസത്തിനുള്ളിൽ പുനർചിന്തനത്തിന് പ്രേരിപ്പിച്ചത് ഇറാന്റെ അതിശക്തമായ പ്രതിരോധ നീക്കങ്ങളാണ്. ഇത് കേവലം ഒരു രാജ്യത്തിന്റെ ഭീഷണിയല്ല, മറിച്ച് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയെ പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ള കൃത്യമായ നയതന്ത്ര ഇടപെടലായിരുന്നു. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാന്റെ ഒരൊറ്റ മുന്നറിയിപ്പ് മതിയായിരുന്നു ലോക വിപണിയെ വിറപ്പിക്കാൻ. ഇറാനിലെ വൈദ്യുതി നിലയങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഇറാന്റെ പ്രത്യാക്രമണ മേഖലയിലെ ജലശുദ്ധീകരണ ശാലകളെയും ഊർജ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന തിരിച്ചറിവ് അമേരിക്കയുടെ സഖ്യകക്ഷികളെ പോലും ഭീതിയിലാഴ്ത്തി. ഇറാന്റെ കരുത്തറിയാവുന്ന വാൾ സ്ട്രീറ്റിലെ സാമ്പത്തിക വിദഗ്ധർ സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് ട്രംപ് തന്റെ നിലപാട് മാറ്റാൻ നിർബന്ധിതനായത്. അമേരിക്കൻ വ്യാപാര വിപണി തുറക്കുന്നതിന് തൊട്ടു മുൻപ് ചർച്ചകൾ പ്രഖ്യാപിക്കപ്പെട്ടത് ഇറാന്റെ നയതന്ത്ര വിജയമാണ്. ഇതിലൂടെ ഓഹരി വിപണിയിലെ തകർച്ച തടയാനും എണ്ണവില നിയന്ത്രിക്കാനും അമേരിക്കയ്ക്ക് സാധിച്ചു. ചുരുക്കത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക നെഞ്ചിരിച്ചിൽ മാറ്റാൻ ഇറാന്റെ ഉറച്ച നിലപാടുകൾക്ക് കഴിഞ്ഞു എന്നത് ലോകം കണ്ട വലിയൊരു സത്യമാണ്. ഇറാന്റെ നയതന്ത്ര മികവ് വെളിവാക്കുന്ന മറ്റൊരു പ്രധാന വശമുണ്ട്. അമേരിക്കയുമായി നേരിട്ട് സംസാരിക്കാൻ ഇറാൻ തയ്യാറായില്ല. പകരം പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളെ തങ്ങളുടെ സന്ദേശവാഹകരാക്കി മാറ്റുകയാണ് ഇറാൻ ചെയ്തത്. ലോകത്തെ വൻ ശക്തിയായ അമേരിക്കയ്ക്ക് പോലും ഇറാന്റെ നിബന്ധനകൾ അറിയാൻ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു എന്നത് ഇറാന്റെ അന്താരാഷ്ട്ര സ്വാധീനം എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ്. പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ചർച്ചയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പങ്കെടുക്കുന്നത് ഇറാന്റെ അയൽപ്പക്ക നയതന്ത്രത്തിന്റെ വലിയൊരു വിജയമായി വേണം കാണാൻ. ഏറ്റവും കൗതുകകരമായ കാര്യം, താൻ ചർച്ച നടത്തുന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ പോലും ട്രംപിന് സാധിച്ചിട്ടില്ല എന്നതാണ്. ആ ഉദ്യോഗസ്ഥനെ ബഹുമാനപ്പെട്ടവൻ എന്ന് ട്രംപിന് വിശേഷിപ്പിക്കേണ്ടി വന്നത് ഇറാന്റെ വ്യക്തിത്വത്തിന് മുന്നിൽ അമേരിക്ക പുലർത്തുന്ന ആദരവായിട്ടാണ് ലോകം വിലയിരുത്തുന്നത്. അതേസമയം ചർച്ചകളെ പരസ്യമായി നിഷേധിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ അന്തസ് മുറുകെ പിടിക്കുകയും ചെയ്തു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ വാക്കുകൾ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. അമേരിക്കയും ഇസ്രായേലും കുടുങ്ങിക്കിടക്കുന്ന കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം മാത്രമാണിത് എന്ന അദ്ദേഹത്തിന്റെ പരിഹാസം ഇറാന്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ യുദ്ധ ലക്ഷ്യങ്ങളിൽ നിന്ന് അമേരിക്ക അല്പം പിന്നോട്ട് വലിഞ്ഞതും ഇറാന്റെ വിജയമാണ്. ഇറാന്റെ സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ തകർക്കുമെന്ന ഇറാന്റെ താക്കീത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കി. ഇറാൻ ഇത്തവണ അർത്ഥമാക്കുന്നത് ബിസിനസ് ആണ് എന്ന് ട്രംപിന് പരസ്യമായി സമ്മതിക്കേണ്ടി വന്നു. പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളിലൂടെ ഇറാനെ തകർക്കാൻ ശ്രമിച്ച വൻ ശക്തിയെ കൊണ്ട് സമാധാനത്തിന്റെ പാത തെരഞ്ഞെടുപ്പിക്കാൻ ഇറാന്റെ പോരാട്ട വീര്യത്തിന് സാധിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ മധ്യേഷ്യയുടെ ആകാശം ഇപ്പോഴും യുദ്ധമേഘങ്ങളാൽ മൂടിയിട്ടുണ്ടെങ്കിലും ഇറാൻ എന്ന കരുത്തിനെ മറികടന്ന് മുന്നോട്ടു പോകാൻ അമേരിക്കയ്ക്ക് എളുപ്പമാവില്ല എന്ന് ഈ ആഴ്ചയിലെ സംഭവങ്ങൾ അടിവരയിടുന്നുണ്ട്. സ്വന്തം മണ്ണും അന്തസ്സും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം വരും കാലങ്ങളിൽ ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്നത് ഉറപ്പാണ്.